ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ് ഡെലിവറി കെയർ അഥവാ നമ്മളുടെ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നതിനെ പറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്വയം ടേക്ക് കെയർ ചെയ്താലും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരാണോ നിൽക്കുന്നത്, ആ ഡെലിവറി കഴിഞ്ഞ ലേഡിയുടെ കൂടെ ആരാണോ നിൽക്കുന്നത് അവരുടെ ഒരു ഫുൾ സപ്പോർട്ട്, മെൻ്റലി ഫിസിക്കലി സപ്പോർട്ട് ഏതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഏതൊരു ഗേളിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായത്. പിന്നെ കുറച്ച് സപ്പോർട്ടീവ് കെയർസ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് സർവീസസ് എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ആയാലും ഇരിക്കുന്ന പൊസിഷൻ്റെ ആണെങ്കിലും പിന്നെ നമ്മുടെ സെൽഫ് ഹൈജീനെ പറ്റിയാണെങ്കിലും പിന്നെ കട്ടിൽ നിന്ന് എഴുന്നേക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെല്ലാം ഇതിൽ കൂടുതലായി ശ്രദ്ധിക്കണം എന്നതിനെ പറ്റി കാര്യങ്ങളിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങളെയാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ശ്രദ്ധിക്കണം. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് ബാക്ക് പെയിനെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യുന്നവർ, ചിലർ നമ്മുടെ ഈ നെക്ക് ഷോൾഡർ പെയിനെ പറ്റിയും കംപ്ലൈൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോഴെപ്പോഴും ബാക്ക് സപ്പോർട്ടോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും പില്ലോയോ കുഷ്യനോ എന്തെങ്കിലും ബാക്കിൽ നടുവിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായിരിക്കും ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഷോൾഡർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇരിക്കുമ്പം ഇനി കൂനി ഇരിക്കാൻ ശ്രമിക്കരുത്, എപ്പോഴും നിവർന്നിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഫീഡിങ് ചെയ്യുമ്പോഴാണെങ്കിലും മോസ്റ്റ്ലി നിവർന്നിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിന് നല്ല സപ്പോർട്ട് ചെയ്ത് നെക്കിനെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും കൂനി പിടിച്ച് അല്ലെങ്കിൽ കൂനി ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അങ്ങനെ ഇരിക്കാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനും ബാക്കിന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഹാങ് ചെയ്തിടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലായിട്ട് വേറൊരു കസേര വെച്ചിട്ട് അതിൽ കാല് സ്ട്രെയിറ്റായി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് LACs കഴിഞ്ഞ അല്ലെങ്കിൽ C-സെക്ഷൻ കഴിഞ്ഞ പേഷ്യൻസ് ആണ് അതിനുവേണ്ടി ശ്രമിക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ അവരുടെ കാലിൻ്റെ സ്വെല്ലിങ് കൂടാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കാലെപ്പോഴും ആ ഒരു സ്ട്രെയിറ്റായ രീതിയിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാലൊരിക്കലും ഹാങ് ചെയ്ത് ഇടരുത്. ഒരു ചെയർ മുന്നിൽ വെച്ചിട്ട് അതിലേക്ക് നീട്ടി കാല് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഡെലിവറിക്ക് ശേഷം തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഭയങ്കര സ്റ്റൊമക്കിൽ പെയിൻ ഉണ്ടാവുന്നു അല്ലെങ്കിൽ സ്റ്റൊമക്കിന് ഭയങ്കര ഭാരമുള്ള പോലെ ഫീൽ ആവുന്നു എന്ന് പറയുന്ന കേൾക്കാം. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഈ ഡെലിവറിക്ക് ശേഷം തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നവർ ടമ്മി ഹോൾഡ് ചെയ്തിട്ട് ചുമയ്ക്കാനും തുമ്മാനും ശ്രദ്ധിക്കുക. തുമ്മൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചുമയ്ക്കുമ്പോൾ നമ്മൾ മാക്സിമം സ്റ്റൊമക്ക് കൺട്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റൊമക്കിനെ ഹോൾഡ് ചെയ്തിട്ട് ചുമയ്ക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കുന്നതാണ്. പിന്നീട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു 6 to 8 വീക്കിലേക്കും മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതാണ് നല്ലത്, പ്രത്യേകിച്ച് C-സെക്ഷൻ പേഷ്യൻസിന്. കാരണം അവർക്ക് ഒരു 6 to 8 വീക്ക് ആകും നമ്മുടെ ആ ഒരു C-സെക്ഷൻ ചെയ്ത ഏരിയ ഒന്ന് ഹീൽ ആവാനായിട്ട്, അത് പുറമേ ഉള്ള ഭാഗം ഹീൽ ആവാനായിട്ട്. അകത്തുള്ള ഭാഗങ്ങൾ അതായത് ഓരോ ലെയറും ഹീലാവാൻ അതിലും കൂടുതൽ സമയം എടുക്കുന്നതാണ്. പക്ഷെ പുറത്തെ ആ ഒരു ഇത് ഹീൽ ആവാൻ തന്നെ അറ്റ്ലീസ്റ്റ് 2 to 3 മന്തിൽ കൂടുതൽ വേണം. അതുകൊണ്ട് ഫസ്റ്റ് 6 to 8 വീക്സ് എക്സസൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരുപാട് ഭാരം എടുക്കാതിരിക്കാൻ വേണ്ടിയും ശ്രമിക്കേണ്ടതാണ്. വീട്ടിൽ ചെറിയ ചെറിയ ജോലികൾ മാത്രം ചെയ്യുക. മാക്സിമം ആരും ചെയ്യാറില്ല, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതൊക്കെ ഉള്ളൂ. എന്നാലും ചെയ്യേണ്ട അവസ്ഥയുള്ളവർക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ ഹെവി വെയിറ്റുകൾ എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ആയിട്ട് പേഴ്സണൽ ഹൈജീനെ പറ്റിയാണ്. പേഴ്സണൽ ഹൈജീനും വൂണ്ട് കെയറും. പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുളിക്കുക എന്നുള്ളതാണ്. ഡെയിലിയും നമ്മൾ 2 times കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദിവസത്തിൽ 2 തവണയും കുളിക്കുക. അതായത് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് മെത്തേഡ്സ് ആകുമ്പോൾ അവർക്ക് ഒരു സ്മെല്ലൊക്കെ കാണും, ഓട്ടോമാറ്റിക്കലി ആ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒക്കെ സ്മെല്ല് കാണും. അപ്പം മാക്സിമം കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ലേഡീസിനും ആഫ്റ്റർ ഡെലിവറി കുറച്ച് നാളത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവും. ചിലർക്ക് 3 weeks, ചിലർക്ക് 1 month, അല്ലെങ്കിൽ ചിലർക്ക് മോർ ദാൻ ദാറ്റ്, ചിലർക്ക് 1 week കാണത്തുള്ളൂ. അതൊക്കെ ആസ് പെർ അവർ ബോഡി. മാക്സിമം 2 നേരവും കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ,
പിന്നെ വൂണ്ട് കെയർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരിക്കലും നമ്മൾ ഒരുപാട് ഇറുകി പിടിച്ച ഡ്രസ്സുകൾ ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് ലൂസായ ഡ്രസ്സുകൾ ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ ഇൻ ദ സെൻസ് നമുക്ക് പാഡ്, ഇപ്പം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തന്നെയും ഇല്ലെങ്കിലും പാഡ് നമ്മൾ നന്നായി ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഒരേ പാഡ് കുറേ നേരം യൂസ് ചെയ്യരുത്. ഇൻ ബിറ്റ്വീൻ പാഡുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വജിനൽ ഏരിയയിൽ ഡിസ്ചാർജസ് ഉണ്ടാവാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അതെല്ലാം നന്നായി ക്ലീൻ ചെയ്യണം. എപ്പോഴും വാഷ്റൂമിൽ പോയിട്ട് വന്നതിന് ശേഷം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ മയവും എല്ലാം നന്നായി ഒപ്പിയെടുത്തതിന് ശേഷം മാത്രം പാഡ് ധരിക്കുക. എന്തെങ്കിലും ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോവേണ്ടതാണ്. ഓക്കെ. പിന്നെ പേഴ്സണൽ ഹൈജീനിലായിട്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നോർമൽ ഡെലിവറി പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ എപ്പിസോഡമിൽ ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി മെട്രോജെൽ ഓയിൽമെൻറ്റ്സ് കൊടുക്കും. ഓക്കെ, ആ ഓയിൽമെൻറ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ഇനി എപ്പോഴാണ് ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇൻ കേസ് സി സെക്ഷൻ കഴിഞ്ഞ പേഷ്യൻസിനാണെങ്കിൽ അവരെ ആ സി സെക്ഷൻ കഴിഞ്ഞ ഏരിയയിൽ എന്തെങ്കിലും റെഡ്നെസ്സോ സ്വെല്ലിങ്ങോ എന്തെങ്കിലും ഇച്ചിങ്ങോ ആ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണേണ്ടതാണ്. അതുപോലെ ആഫ്റ്റർ സർജറി എന്തെങ്കിലും ഫീവർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൊണ്ട് കാണിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നോർമൽ ഡെലിവറി പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ എപ്പിസോട്ടമി ഏരിയയിൽ എന്തെങ്കിലും സ്വെല്ലിങ്ങോ റെഡ്നെസ്സോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വൈറ്റ് കളർ യെല്ലോയിഷ് കളർ ഡിസ്ചാർജ് ഉണ്ടെങ്കിലും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കേണ്ടതാണ്. അതൊന്നും വെച്ചുകൊണ്ട് ഇരിക്കുന്നത് നല്ലതല്ല. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ബ്രസ്റ്റിൻ്റെ ഏരിയ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും എംബോ എന്തെങ്കിലും തടിപ്പോ എന്തെങ്കിലും ബ്രസ്റ്റിൻ്റെ സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കേണ്ടതാണ്.